ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം ഭാഗമായ സഭ പീഡിപ്പിക്കപ്പെടുന്നു എന്ന വിഷയത്തിൻ്റെ അവസാന ഭാഗമായ 14-ാം അധ്യായം നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ അധ്യായം 3 ഭാഗങ്ങളായി തിരിച്ചാണ് നൽകപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. യോഹന്നാന് നൽകിയ 3 വ്യത്യസ്ത ദർശനങ്ങളാണിത്. ഒന്നാമത്തേത്, തേജസ്കരിക്കപ്പെട്ട വിശുദ്ധ സഭ കുഞ്ഞാടുമൊത്ത് ദൈവസിംഹാസനത്തിന് മുമ്പിൽ പുതിയ പാട്ടുപാടി ആഹ്ലാദിച്ച് ആനന്ദിക്കുന്നു. രണ്ടാമത്തേത്, 3 ദൂതന്മാർ ഒന്നിനു പുറകെ ഒന്നായി വന്ന് 3 ദൂതുകൾ നൽകുന്നു. ഒന്നാമത്തെ ദൂതൻ വന്ന് സകല ഭൂവാസികൾക്കുമുള്ള നിത്യസുവിശേഷം അറിയിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. രണ്ടാമത്തെ ദൂതൻ വന്ന് മഹദിയാം ബാബിലോൺ എന്ന ഇത് ക്രിസ്തീയ ലോകത്തിൻ്റെ ന്യായവിധി അറിയിക്കുന്നു. മൂന്നാമത്തെ ദൂതൻ മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിച്ച് വലങ്കൈമേലോ നെറ്റിമേലോ അവൻ്റെ മുദ്രയേൽക്കുന്ന ഏവനും അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയിക്കുന്നു. 13-ാം വാക്യം വരെയാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമുക്ക് 14-ാം വാക്യം മുതൽ പഠിക്കാം. 14-ാം അധ്യായത്തിൻ്റെ 3-ാം ഭാഗം, 2 വിധ കൊയ്ത്തും ദൈവത്തിൻ്റെ ന്യായവിധിയും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 14-ാം വാക്യം, പിന്നെ ഞാൻ വെളുത്തൊരു മേഘവും മേഘത്തിന്മേൽ മനുഷ്യപുത്രൻ സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നതും കണ്ടു. 3 ദൂതന്മാർ ഒന്നിനു പുറകെ ഒന്നായി വന്ന് ദൂതുകൾ നൽകുന്ന ദർശനത്തിന് ശേഷം അപ്പസ്തോലൻ മറ്റൊരു ദർശനം കാണുകയാണ്. ഒരു വെളുത്ത മേഘത്തിന്മേൽ മനുഷ്യപുത്രൻ സദൃശനായി ഒരുത്തൻ ഇരിക്കുന്നു. ഇത് ക്രിസ്തുവാണെന്നുള്ളതിന് സംശയമില്ല. അവൻ്റെ തലയിൽ പൊൻകിരീടം. ഇതവൻ്റെ വാഴ്ചയെയും അധികാരത്തെയും കാണിക്കുന്നു. വെളിപ്പാട് 19:16 അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമാണെന്ന് കാണാം. അവൻ്റെ കയ്യിൽ മൂർച്ചയുള്ള അരിവാൾ പിടിച്ചിരിക്കുന്നു. അരിവാൾ കൊയ്ത്തിനുള്ള കത്തിയാണെന്ന് നമുക്കറിയാം. ഒരു കൊയ്ത്തിന് തയ്യാറായിരിക്കുകയാണ് അവൻ എന്ന് നമുക്ക് വ്യക്തമാണ്. വെളുത്ത മേഘത്തിന്മേലാണ് അവൻ ഇരിക്കുന്നത്. ആകാശമേഘങ്ങളെ വാഹനമാക്കി എവിടേക്കോ പുറപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നു. മേഘാരൂഢനായി വരുന്ന കർത്താവിനെ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കണ്ടതാണ്. ഭൂമിയിലേക്ക് പുറപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അടുത്ത ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. 15-ാം വാക്യം, മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട്, കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാളയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ദൂതുകൾ അറിയിച്ച 3 ദൂതന്മാരുടെ ദർശനം കഴിഞ്ഞ ഉടനെ മറ്റൊരു ദൂതൻ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൂതൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്നാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ സിംഹാസനം, അവിടെയാണ് ദൈവത്തിൻ്റെ നിവാസം. വെളിപ്പാട് 16:17 നിന്നും നമുക്കത് മനസ്സിലാക്കാം. 7-ാമത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദേവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ദേവാലയത്തിലാണ് ദൈവത്തിൻ്റെ സിംഹാസനമെന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നാണ് ദൂതൻ ഇറങ്ങി വന്നിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. വെള്ളമേഘത്തിന്മേലിരിക്കുന്ന ക്രിസ്തുവിനോട് അറിയിപ്പാൻ സന്ദേശവുമായി ദൈവം അയച്ചിരിക്കുകയാണ് ഈ ദൂതനെ. ദൂതൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്: കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞുണങ്ങിയിരിക്കുന്നു. ഇത് ദൂതന്റെ നിർദ്ദേശമല്ല, സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ദൈവപുത്രനായ ക്രിസ്തു. കൊയ്ത്തിൻ്റെ സമയം അവനറിയില്ല, അത് പിതാവിന് മാത്രമേ അറിയൂ. മത്തായി 24:36 ആ നാളും നാഴികയും സംബന്ധിച്ചോ
എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനുകൂടെ അറിയുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു. പിതാവിന് മാത്രം അറിയാമായിരുന്ന ആ നാളും നാഴികയും വന്നിരിക്കുന്നു. ഇപ്പോൾ അത് പുത്രനെ അറിയിച്ചു മരിക്കുന്നു. 16-ാം വാക്യം, മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്ത് നടന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, ക്രിസ്തു സ്വർഗത്തിൽ നിന്നിറങ്ങി വെളുത്ത മേഘത്തിന്മേൽ ഇരിക്കുമ്പോൾ തന്നെ ഭൂമിയിൽ കൊയ്ത്തു നടക്കുന്നു എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒരു വലിയ വിഷയം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മേഘത്തിന്മേൽ ഇരിക്കുന്നവൻ അരിവാൾ ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിൽ കൊയ്ത്തു നടന്നു. ഈ പ്രതീകാത്മക ചിത്രം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ കൊയ്ത്ത് എന്താണ്? 4-ാം വാക്യത്തിൽ നാം കണ്ടതുപോലെ ഭൂമിയിലെ മനുഷ്യരുടെ ഇടയിൽ നിന്നും ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി ദൈവജനത്തെ വീണ്ടെടുക്കുന്ന സംഭവമാണ് കൊയ്ത്ത് എന്ന പ്രതീകത്തിലൂടെ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവാണ് കൊയ്ത്തു ഫലം ശേഖരിക്കുന്നത്. ഇതിന് സമാന്തരമായ വേദഭാഗങ്ങൾ നമുക്ക് നോക്കാം. വെളിപ്പാട് 11:12. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ കയറി വരുവിൻ എന്നുറക്കെ പറഞ്ഞ് വിശുദ്ധന്മാരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് മേഘങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കുന്നത് ക്രിസ്തുവാണ്. ഇവിടെ പറയുന്ന ഈ സംഭവവും മുമ്പ് നമ്മൾ കണ്ട കൊയ്ത്തും ഒരേ സംഭവം തന്നെയാണെന്നുള്ളതിന് സംശയമില്ല. യോഹന്നാൻ 5:25 കർത്താവ് പറഞ്ഞ വാക്കുകൾ ഞാൻ വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. കർത്താവിൻ്റെ വാക്കുകൾ അക്ഷരപ്രകാരം ഇവിടെ നിറവേറുകയാണ്. സ്വർഗത്തിൽ നിന്നും മേഘാരൂഢനായി പുറപ്പെടുമ്പോൾ തന്നെ 7-ാം കാഹളം ധ്വനിക്കും. കണ്ണുമിക്കുന്നതിനിടയിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് മേഘത്തിൽ എടുക്കപ്പെടുകയും ചെയ്യും. 1 കൊരിന്ത്യർ 15:52. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണുമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവിടെയും കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെട്ട് അവരോടൊന്നിച്ച് എടുക്കപ്പെടുമെന്നും കാണുന്നു. മാത്രമല്ല, എടുക്കപ്പെട്ട ദൈവജനം ആകാശത്തിൽ വെച്ചാണ് അവരുടെ കർത്താവിനെ എതിരേൽക്കുന്നതെന്നും ഓർത്തിരിക്കണം. 17-ാം വാക്യം, മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ മൂർച്ചയുള്ള ഒരു കോൺകത്തി പിടിച്ചിരുന്നു. മറ്റൊരു ദൂതൻ മൂർച്ചയുള്ള ഒരു കോൺകത്തിയും പിടിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് പുറപ്പെടുന്നത് അപ്പോസ്തലൻ കാണുകയാണ്. കോൺകത്തി, ഇംഗ്ലീഷിൽ ഇതിന് അരിവാളിന് ഉപയോഗിച്ചിരിക്കുന്ന സിക്കിൾ എന്ന പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത വാക്യത്തിൽ നിന്നും ഇത് മുന്തിരിക്കുല അറുക്കുന്നതിനുള്ളതാണെന്ന് മനസ്സിലാക്കാം. ഈ ദൂതനും ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരമാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. സ്വർഗത്തിലെ ദേവാലയത്തിൽ നിന്നാണല്ലോ പുറപ്പെട്ടു വരുന്നത്. 18-ാം വാക്യം, തീയുടെ മേൽ അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോൺകത്തി പിടിച്ചിരിക്കുന്നവരോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിന്റെ മൂർച്ചയുള്ള കോൺകത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കൊല അറുക്കുക എന്നുറക്കെ വിളിച്ചു പറഞ്ഞു. ഉടനെ മറ്റൊരു ദൂതൻ സ്വർഗത്തിലെ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. അവൻ തീയുടെ മേൽ അധികാരമുള്ളവനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ദൂതന്മാർക്ക് ഭൂമിയിൽ ചെലവയുടെ മേൽ അധികാരം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. കാറ്റിന്മേൽ അധികാരമുള്ള 4 ദൂതന്മാരെ വെളിപ്പാട് 7:1 നാം കണ്ടു. വെളിപ്പാട് 7:1. അതിൻ്റെ ശേഷം ഭൂമിമേലും കടലിന്മേലും
യാതൊരു വിഷത്തിന്മേലും കാറ്റ് ഊതാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. വെളിപ്പാട് 16:5 വെള്ളത്തിന്മേൽ അധികാരമുള്ള ഒരു ദൂതനെ നമുക്ക് കാണാം. അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു: ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചതുകൊണ്ട് നീതിമാനാകുന്നു. ജലാധിപതിയായ ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ തൻ്റെ അധികാരം എങ്ങനെ വിനിയോഗിക്കുന്നുവെന്ന് അടുത്ത വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. ഇപ്പോൾ ഈ ദൂതൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് കോൺകത്തിയും പിടിച്ച് പുറപ്പെട്ടിരിക്കുന്ന ദൂതനോട് പിതാവായ ദൈവത്തിൻ്റെ കൽപ്പന അറിയിക്കുവാനാണ്. അതിങ്ങനെയായിരുന്നു: ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിന്റെ മൂർച്ചയുള്ള കോൺകത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കൊല അറക്കുക. ഭൂമിയിൽ ഒരു കൊയ്ത്ത് കഴിഞ്ഞു. ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലശേഖരണം, അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ വീണ്ടെടുപ്പ്. ഇനി ഭൂമിയിൽ അവശേഷിക്കുന്ന മുന്തിരിക്കൊല അറക്കുവാനാണ് ദൂതന് കൽപ്പന കിട്ടിയിരിക്കുന്നത്. അടുത്ത വാക്യങ്ങളിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 19-ാം വാക്യം: ദൂതൻ കോൺകത്തി ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭൂമിയിലെ മുന്തിരിക്കൊല അറുത്തു, ദൈവകോപത്തിൻ്റെ വലിയ ചക്കയിലിട്ടു. മുമ്പേ നമ്മൾ കണ്ടതുപോലെ ചുരുങ്ങിയ ചില വാക്കുകളിൽ ഇവിടെയും വലിയൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇതും ഒരു പ്രതീകാത്മക ചിത്രമായിട്ട് വേണം മനസ്സിലാക്കുവാൻ. ദൈവജനത്തിൻ്റെ വീണ്ടെടുപ്പിന് ശേഷം ഭൂമിയിൽ ശേഷിക്കുന്ന ദുഷ്ടജനത്തെ മുഴുവൻ കാണിക്കുന്ന പ്രതീകമാണ് ഭൂമിയിലെ മുന്തിരിക്കൊല. മുന്തിരിക്കൊല അർത്ത് ദൈവകോപത്തിൻ്റെ വലിയ ചക്കയിലിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന ദുഷ്ടജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ക്രോധം ചൊരിയപ്പെടുകയാണ്. 20-ാം വാക്യം: ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു. ചക്കൽ നിന്ന് രക്തം കുതിരകളുടെ കടിവാളത്തോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. അന്ത്യന്യായവിധിയെയും നിത്യശിക്ഷാവിധിയായ 2ാം മരണത്തെയും കാണിക്കുവാൻ ചക്ക് മരിക്കുന്ന പ്രതീകം ഇവിടെ കാണിച്ചിരിക്കുന്നു. ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു. ഇസ്രായേലിൽ മരണശിക്ഷ നടപ്പാക്കുന്നത് ദൈവജനം വസിക്കുന്ന പാളയത്തിന് പുറത്തോ യെരുശലേം നഗരത്തിന് വെളിയിലോ വെച്ചായിരുന്നു. സംഖ്യാപുസ്തകം 15-35-36 വാക്യങ്ങളിൽ നമുക്കിത് കാണാം. പിന്നെ യഹോവ മോശയോട് ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം, സർവ്വസഭയും പാളയത്തിന് പുറത്തു വച്ച് അവനെ കല്ലെറിയണം എന്ന് കൽപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സർവ്വസഭയും അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. പാളയത്തിന് പുറത്തും പട്ടണവാതിലിന് പുറത്തും കൊണ്ടുപോയി കൊല്ലണം എന്നായിരുന്നു നിയമം. അതുകൊണ്ടാണ് യേശുവിനെ ക്രൂശിലേറ്റുവാൻ യെരുശലേമിന് പുറത്തുള്ള ഗോൽഗോത്ത മലയിലേക്ക് കൊണ്ടുപോയത്. എബ്രായർ 13-12-13 വാക്യങ്ങളിൽ നമുക്കിത് കാണാം. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്ക ചെല്ലുക. ഇതുപോലെ ദൈവജനം വസിക്കുന്ന പുതിയ യെരുശലേം നഗരത്തിന് വെളിയിൽ വെച്ചായിരിക്കും ദുഷ്ടജനം ദൈവകോപത്തിന് ഇരയാകുന്നത്. ചക്കിൽ നിന്നും രക്തം കുതിരകളുടെ കടിവാളുകളോടും പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. മുന്തിരിച്ചക്ക മതിക്കുമ്പോൾ മുന്തിരിച്ചാറല്ല, രക്തമാണ് ചക്കിൽ നിന്നും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം പ്രതീകാത്മകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. രക്തം കുതിരയുടെ കടിവാളങ്ങളോടും പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. വലിയ തടാകം പോലെ രക്തമൊഴുകി കുതിരകളുടെ കടിവാളത്തോളം ഉയരുന്നു. ദുഷ്ടമനുഷ്യരുടെ മേൽ ദൈവക്രോധം ചൊരിഞ്ഞ് അവരെ സംഹരിക്കുന്നതിൻ്റെ ഭീകരതയാണ് ഇത് കാണിക്കുന്നത്. 200 നാഴിക, 1600 ഫർലോങ് എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷ. മൂലഭാഷയായ ഗ്രീക്കിൽ 1600 സ്റ്റാദിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതും പ്രതീകാത്മകമായി തന്നെ മനസ്സിലാക്കണം. ഈ പ്രതീകാത്മക ചിത്രത്തിൽ നിന്നും ഭൂമിയിലെ അസംഖ്യം ജനങ്ങൾ ദൈവകോപത്തിന് ഇരയായിത്തീരും എന്ന് മനസ്സിലാക്കാം. ഇനി തീയുടെ മേൽ അധികാരമുള്ള ദൂതൻ പുറപ്പെട്ടിരിക്കുന്നത് എന്തിനാണെന്ന് നോക്കാം. അന്ത്യന്യായവിധിയിലും നിത്യശിക്ഷാവിധിയിലും തീ കൊണ്ടുള്ള പ്രവൃത്തി ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. 2 പത്രോസ് 3:10.
കർത്താവിൻ്റെ ദിവസമോ കല്ലിനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും. മത്തായി 13:41, 42, 49 വാക്യങ്ങൾ. മനുഷ്യപുത്രൻ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ അവൻ്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും. ഈയുള്ള വചനങ്ങളൊക്കെയും നിവൃത്തിയാകുന്ന സമയമായതിനാൽ ഇവയൊക്കെയും നിർവഹിക്കുവാൻ ദൂതന്മാർ പ്രവർത്തിക്കുന്നു. ഒരു വേദഭാഗം കൂടി വായിച്ച് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. 2 തെസ്സലോനിക്കർ 1:6-10 വരെ വാക്യങ്ങൾ. കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടി ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വലുപ്പത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. കർത്താവിൻ്റെ 2-ാം വരവെങ്കിൽ ദൈവജനം ആശ്വാസം പ്രാപിച്ച് നിത്യാനന്ദത്തിലേക്ക് കടക്കുമ്പോൾ, സുവിശേഷം അനുസരിക്കാതെയും ദൈവജനത്തെ പീഡിപ്പിച്ചും ദൈവകോപത്തിന് ഇരയായിത്തീരുന്ന ദുഷ്ടജനം കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വലുപ്പത്തോടുകൂടെ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവധി അനുഭവിക്കും. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 4-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ദൈവഹിതമായാൽ അടുത്ത ക്ലാസ്സിൽ 5-ാം ഭാഗമായ 7 ക്രോധകലശങ്ങൾ എന്ന വിഷയം നമുക്ക് പഠിക്കാൻ ആരംഭിക്കാം. ഈ പഠനം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുവാൻ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.